പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ പ്ലസിൻ്റെ 32 ഇഞ്ച് LED ടി വിയുടെ ബാക്ക് ലൈറ്റ് ചേഞ്ചിങ് ആണ്. ബാക്ക് ലൈറ്റിൻ്റെ ആണോ കംപ്ലൈൻറ്റ് എന്നറിയാൻ നമുക്ക് ഏറ്റവും എളുപ്പ വഴി ഡിസ്പ്ലേയിലേക്ക് ഒരു ടോർച്ച് അടിച്ചോ അല്ലെങ്കിൽ മൊബൈലിലെ ഫ്ലാഷോ ഒന്ന് മിന്നിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള പിക്ചർ കാണാൻ കഴിയും. ഈ ടി വി ഞാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ വളരെ മങ്ങിയ നിറത്തിൽ അതിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ പ്ലസ് എന്നുള്ള എഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് ലൈറ്റ് ആണ് കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് ഈ ടി വി ഒന്ന് അഴിക്കാം. നല്ല രീതിയിലുള്ള ശ്രദ്ധയും കെയറിങ്ങും വേണം LED ടി വി കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഴിക്കുന്നവർ വളരെ നല്ല രീതിയിൽ തന്നെ അഴിക്കണം. മെയിൻ ബോർഡിലേക്കുള്ള കണക്ടർ കഴിച്ചെടുക്കുമ്പോൾ കോഫിന് ഡാമേജ് വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിസ്പ്ലേക്ക് കേടുപാടൊന്നും വരാത്ത രീതിയിൽ നമുക്ക് സാവധാനം വേണം ഇതിനെ റിമൂവ് ചെയ്തെടുക്കാൻ. മൂന്ന് വോൾട്ടിൻ്റെ 6 LED വീതമുള്ള 2 സ്ട്രിപ്പാണ് ഈ ടി വിയിൽ വരുന്നത്. LED സ്ട്രിപ്പ് ചെക്ക് ചെയ്തപ്പോൾ അതിലൊരു LED മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ അത് രണ്ട് സെറ്റും റീപ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു LED മാത്രമായി മാറ്റി കഴിഞ്ഞാൽ അത് കൂടുതൽ സമയം നിൽക്കാനുള്ള ചാൻസ് കുറവാണ്. അത് മാത്രമല്ല ലൈറ്റിൻ്റെ ഡിഫറൻസും വരാൻ ചാൻസ് ഉണ്ട്. ചില ഭാഗത്ത് മാത്രം ഇങ്ങനെ സ്പോട്ട് പോലെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 2 സ്ട്രിപ്പും അങ്ങ് ചേഞ്ച് ചെയ്യാം. സ്ട്രിപ്പ് രണ്ടും ചേഞ്ച് ചെയ്തു. നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ചേഞ്ച് ചെയ്ത ബാക്ക് ലൈറ്റ് വർക്കായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ലൈറ്റിലേക്കുള്ള വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. $41 വോൾട്ടിൻ്റെ മേലെയാണ് വോൾട്ടേജ് കാണിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഏകദേശം 36 വോൾട്ടിൻ്റെ LED ആണ് ഉപയോഗിക്കുന്നത്. 2 സ്ട്രിപ്പാണ്. 18x2 36 വോൾട്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഒക്കെ വെച്ച് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഈ സെറ്റ് നമ്മൾ അഴിക്കുമ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതേ കെയറിങ്ങിലൂടെ തന്നെ വേണം നമ്മളിത് അസംബിൾ ചെയ്യാനും. അങ്ങനെ ഫിറ്റിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.